ശേഷമുള്ള കാര്യങ്ങളെ കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്ന തിരുവചന ഭാഗം നാം വായിക്കാൻ പോകുന്നു. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 20 മുതൽ 29 വരെയുള്ള വാക്യങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും അറിവിലേക്കായി വായിച്ച് കേൾപ്പിക്കുന്നു. നമുക്ക് ശ്രദ്ധിക്കാം. പിതാപുത്രനെ സ്നേഹിക്കുകയും താൻ ചെയ്യുന്നൊക്കെയും അവനെ കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. നിങ്ങൾ ആശ്ചര്യപ്പെടുമാറ് ഇവയിൽ വലിയ പ്രവൃത്തികളും അവനെ കാണിച്ചു കൊടുക്കും. പിതാവ് മരിച്ചവരെ ഉണർത്തി ജീവിപ്പിക്കുന്ന പോലെ പുത്രൻ താൻ ഇച്ഛിക്കുന്നവരെ ജീവിപ്പിക്കുന്നു. എല്ലാവരും പിതാവിനെ ബഹുമാനിക്കുന്ന പോലെ പുത്രനെയും ബഹുമാനിക്കേണ്ടതിന് പിതാവ് ആരെയും ന്യായവിധിക്കാതെ ന്യായവിധിയെല്ലാം പുത്രനെ കൊടുത്തിരിക്കുന്നു. പുത്രനെ ബഹുമാനിക്കാത്തവൻ അവനെ അയച്ച പിതാവിനെയും ബഹുമാനിക്കുന്നില്ല. ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, എന്റെ വചനം കേട്ട് എന്നെ അയച്ചവനെ വിശ്വസിക്കുന്ന ജീവനുണ്ട്. അവൻ ന്യായവിധിയിൽ ആകാതെ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കടന്നിരിക്കുന്നു. ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുകയും കേൾക്കുന്ന ജീവിക്കുകയും ചെയ്യുന്ന നാഴിക വരുന്നു, ഇപ്പോൾ വന്നു വിരിക്കുന്നു. പിതാവിന് തന്നെ തന്നെ ജീവനുള്ളതുപോലെ അത്ഭുതത്തിന് തന്നെ തന്നെ ജീവനുള്ള ആകുമാറ് വര നൽകിയിരിക്കുന്നു. അവൻ മനുഷ്യപുത്രനാകിയ ന്യായവിധി നടത്തുവാൻ അവന് അധികാരവും നൽകിയിരിക്കുന്നു. ഇതെങ്കിൽ ആശ്ചര്യപ്പെടരുത്, കല്ലറിവുള്ളവരെല്ലാവരും മേഘങ്ങൾ എടുക്കപ്പെടും. ഈ പ്രത്യാശയും ഉറപ്പും നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരിക്കട്ടെ. നമുക്ക് പ്രാർത്ഥനയോടെ ഈ മൺകൂടാരം മണ്ണിൽ വെക്കാനായിട്ട് ഒരുങ്ങാം. ജീവനുമേലും മരണത്തിനുമേലും അധികാരം ഏറ്റവനായ ഞങ്ങൾ വാഴ്ത്തപ്പെട്ട കർത്താവേ, സ്വർഗീയ നല്ല പിതാവേ, ഈ നല്ല സമയത്തിനായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു. 82 വർഷക്കാലഘട്ട ഭൂമിയുടെ പരപ്പിലായിരിക്കാൻ ജീവിതത്തിലെ യാത്രയുടെ മധ്യത്തിൽ കർത്താവെ അങ്ങയെ കാണുവാനും കണ്ടുമുട്ടുവാനും അങ്ങ് വിശ്വസിപ്പാനും ആശ്രയിപ്പാനും അവിടുത്തെ വേല ചെയ്യുവാനും എല്ലാം നീ അവിടുന്ന് സഹായിച്ച കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം. ഇതുവരെ നടത്തിയതായ എല്ലാ വിധങ്ങൾക്കായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്ത് കർത്താവ് ഈ പലകാലം നല്ല ഒരു യാത്രയെ നൽകുവാൻ തക്കണം കർത്താവ് ഞങ്ങൾ ഓരോരുത്തരെയും കൂട്ടി വരുത്തിയ കൃപയ്ക്കായിട്ട് നന്ദിയോടെ സ്തോത്രം. ദേവദാസിമാരെ സൂക്ഷിപ്പാൻ നീ ഇവിടുന്ന് ബലപ്പെടുത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം. പ്രിയപ്പെട്ട എല്ലാം നീ ഇവിടുന്ന് കൂട്ടി വരുത്താനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്ത് കർത്താവ്. വിശ്വാസം അനേകരെ ജനിപ്പിപ്പാൻ നിന്റെ മക്കളെ ഇവിടുന്ന് ഇടയാക്കിയ കൃപയ്ക്കായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ മനുഷ്യരെ കർത്താവ് ഞങ്ങൾ ഇപ്പോൾ കർത്താവ് ഈ സെമിത്തേരിയിൽ അടക്കപ്പെടുമ്പോൾ ഞങ്ങൾക്കൊരു പ്രത്യാശ, ഞങ്ങൾക്കൊരു ഉറപ്പുണ്ട്. അത് കർത്താവ് ഇവിടുത്തെ കാകളം നാദത്തെങ്കിൽ ഈ പ്രിയ ദാസി കർത്താവ് ഈ മൺമയ ശരീരം വിട്ട് ഒരു മൺമയ ശരീരം പ്രാപിച്ച് കളഞ്ഞ ഏർപ്പാർക്കത്ത പുറപ്പെടുന്നതായ ആ സന്തോഷ സുന്ദരത്തിനായി ആ പ്രത്യാശത്തിനായി നന്ദിയോടെ സ്തുതിക്കുകയാണ്, വാഴ്ത്തിയാണ്, വാഴ്ത്തപ്പെടുത്തിയാണ്. കർത്താവ് സൂക്ഷിയിലോ പങ്കെടുക്കുന്ന ഓരോ മക്കളെ നിതാളമായി അനുഗ്രഹിച്ചിട്ട് ആരെങ്കിലും പ്രത്യാശയില്ലാത്തവരുണ്ടെങ്കിൽ കർത്താവ് ഈ ദിവസങ്ങളിൽ അവരുടെ ജീവിതത്തെ കർത്താവ് ക്രമീകരിപ്പാൻ തക്കവണ്ണം അവർ യേശുവിനെ കണ്ടുമുട്ടുവാൻ തക്കവണ്ണം ഈ അനുഭവത്തിൽ മടങ്ങി വരുവാൻ ദൈവത്തിന്റെ പരിശുദ്ധ സഹായിക്കണം പ്രാർത്ഥിക്കുന്നു. എല്ലാ സുഹൃത്തിന്റെ നാമത്തെടുക്കാൻ സഹായിക്കണം. പ്രാർത്ഥനകടനായി സ്തോത്രം യേശുവിനുള്ള നാമത്തിൽ തന്നെ. ഇസ്രായേലിന്റെ പ്രവാചകനും ബാബിലോണിലെ മന്ത്രിയുമായിരുന്ന ദാനിയേലിന്റെ ജീവാവസാനത്തിങ്കൽ യഹോവയായ ദൈവം ആ പ്രവാചകനെ അടുക്ക വിളിച്ച് ഇപ്രകാരം അരുളി ചെയ്തു, നീയോ അവസാനം വരെ വരുവോളം പോയിക്കൊള്ളുക. നീ വിശ്രമിച്ച് കാലാവസാനത്തിൽ നിന്റെ ഓഹരി ലഭിക്കുവാൻ എഴുന്നേറ്റു വരുമെന്ന് യഹോവയായ ദൈവം അരുളി ചെയ്ത്
ദാനിയേലിന്റെ മൺകൂടാരത്തെ ശരീരത്തെ ബാബിലോണിന്റെ മണ്ണിലേക്ക് മടക്കി ചേർക്കുകയും ദാനിയേലിന്റെ അകത്തെ മനുഷ്യൻ, നമ്മൾ ആത്മാവ് എന്ന് പറയുന്നത്, സ്വർഗമണ്ഡലത്തിലേക്ക് മാറ്റപ്പെടുകയും അവിടെ ഇപ്പോൾ വിശ്രമിക്കുകയും ചെയ്യുന്നു. കാലാവസാനത്തെങ്കിൽ എന്ന് പറഞ്ഞാൽ കർത്താവിന്റെ വരവെങ്കിൽ ഓഹരി പ്രാപിക്കാൻ എഴുന്നേറ്റ് വരുമെന്ന് അവന് മുന്നറിയിപ്പ് അവനോട് വാഗ്ദത്തം ചെയ്യുകയും ചെയ്തു. യോഹന്നാൻ പത്മോസിൽ കിടക്കുമ്പോൾ വെളിപ്പാടുകൾ ലഭിക്കുമ്പോൾ ഇങ്ങനെ പറഞ്ഞു. വെളിപ്പാട് പുസ്തകം 14-ാം അധ്യായം 13-ാം വാക്യം, ഞാൻ സ്വർഗത്തിൽ നിന്നൊരു ശബ്ദം കേട്ടു, അത് പറഞ്ഞത് എഴുതുക, ഇന്നു മുതൽ കർത്താവിൽ ഭരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ. അതെ, അവർ തങ്ങളുടെ പ്രയത്നങ്ങളിൽ നിന്ന് വിശ്രമിക്കേണ്ടതാകുന്നു. അവരുടെ പ്രവൃത്തി അവരെ പിന്തുടരുന്നു എന്ന് ആത്മാവ് പറയുന്നു. ഈ വാത്സല്യ ജ്യേഷ്ഠ സഹോദരി ധരിച്ചിരിക്കുന്ന വസ്ത്രങ്ങൾ ഈ പെട്ടിയല്ല അവിടെ പോകും. പിന്തുടരുന്നത് ഒരേ ഒരു കാര്യം, പ്രവൃത്തി. നമ്മുടെയൊക്കെ പ്രവൃത്തി മരണശേഷം നമ്മുടെ പിന്നാലെ വരും. പ്രവൃത്തിക്ക് തക്കവണ്ണം ഒരു പ്രതിഫലമുണ്ട്. അത് പ്രാപിക്കാൻ കർത്താവിന്റെ ന്യായാസനത്തെങ്കിൽ നിൽക്കേണ്ടി വരും. ഉയർപ്പിനാള് ഈ ശരീരം രൂപാന്തരപ്പെട്ട് എഴുന്നേറ്റ് വരുമെന്നുള്ള പ്രത്യാശയോടെ നമ്മൾ കണ്ട കഴിഞ്ഞ 82 കൊല്ലത്തോളമായി കണ്ട ഈ ഭൗതിക മൺശരീരം നമുക്ക് മറയ്ക്കാം. ആരാണ് ഉത്തരവാദിത്തപ്പെട്ട? ആർക്കെങ്കിലും അന്ത്യചുംബനം കൊടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഇപ്പോഴതിന് അവസരമാണ്. അത് കഴിയുമ്പോൾ ഈ മുഖം മറയ്ക്കും. തേജസ്സിലേശുവിൻ പൊൻമുഖം ഞാൻ കാണും, കാലമേറ്റം ആസന്നമേ. തേജസ്സിലേശുവിൻ പൊൻമുഖം ഞാൻ കാണും, കാലമേറ്റം ആസന്നമേ. ആദൻ പ്രത്യാശയിൽ ആദനാശയെ ആദനാനന്ദമേ ആദൻ പ്രത്യാശയിൽ തേജസ്സിലേശുവിൻ പൊൻമുഖം ഞാൻ കാണും, കാലമേറ്റം ആസന്നമേ. യേശുവിൻ പൊൻമുഖം ഞാൻ കാണും, കാലമേറ്റം ആസന്നമേ. നമ്മൾ മുഖം മറയ്ക്കാൻ പോകുന്നു. പ്രിയപ്പെട്ടവര് ഈ ടൗല് വലിച്ച് മുഖം മൂടി ഇങ്ങോട്ട് എടുത്തു. മനുഷ്യൻ മണ്ണാകുന്നുവെന്നും മണ്ണിലേക്ക് മടങ്ങിച്ചേരുമെന്നും ആദിയിൽ യഹോവയായ ദൈവം അരുളി ചെയ്ത തിരുവെഴുത്ത് ഇപ്പോൾ ഈ ദാസിയുടെ മേൽ നിറവേറ്റപ്പെട്ടിരിക്കുകയാൽ പൊടി പൊടിയാകുന്ന പൊടിയിലേക്ക് മടങ്ങിച്ചേർക്കണമെന്നുള്ള ആ കൽപ്പന അനുസരിച്ച് പോത്തേനിക്കാടിന്റെ മണ്ണിലേക്ക് ഈ പൊടി നമ്മൾ മടക്കി ചേർക്കും. മനുഷ്യ, നീ മണ്ണാവുന്നു, മണ്ണിലേക്ക് മടങ്ങിച്ചേരുമെന്ന് ആദിയിൽ അരുളി ചെയ്ത തിരുവചനം ഈ നിന്റെ ദാസിയുടെ മേൽ നിറവേറ്റപ്പെട്ടിരിക്കുകയാൽ ഇപ്പോൾ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഈ മണ്ണായി മൃതശരീരത്തിൽ വീഴ്ത്തി ഈ പോത്തേനിക്കാടിന്റെ മണ്ണിലേക്ക് മടക്കി ചേർക്കുന്നു. നമ്മുടെ കർത്താവിന്റെ വരവിന്റെ കാഹള ശബ്ദം കേൾക്കുമ്പോൾ കോടാനുകോടി വിശുദ്ധന്മാർ മണ്ണിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുമ്പോൾ ഈ ദാസ്യം രൂപാന്തരം പ്രാപിച്ച് കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടുമാറാകട്ടെ. ആമേൻ. അത്യാവശ്യം കുടുംബാംഗങ്ങൾ ബന്ധപ്പെട്ടവർക്ക് ഇപ്പോൾ ഈ മണ്ണെടുത്ത് ഈ പെട്ടിയിൽ ഇടാം. എന്നിട്ട് പെട്ടി അടയ്ക്കുന്നു. നമ്മൾ പിന്നെ അവശേഷിക്കുന്നവർക്ക് ആ കല്ലറയിലും മണ്ണിടാനായിട്ട് കഴിയും. ആ കാര്യം നമുക്ക് ചെയ്യാം. വേണ്ട ദുഃഖം തെല്ലുമേ ഉണ്ട് പ്രത്യാശയിൻ ദിനം